ശമൂവേൽ ദീർഘദർശിയുടെ 2-ാം പുസ്തകം 17-ാം അധ്യായം 21 മുതൽ 27 വരെ തിരുവചനങ്ങൾ. വരക്കുമോർ. അവർ പോയ ശേഷം അവർ കിണറ്റിൽ നിന്ന് കയറി ചെന്ന് ദാവീദ് രാജാവിനെ വിവരമറിയിച്ചു. നിങ്ങൾ എഴുന്നേറ്റ് വേഗം നദി കടന്നു പോകുവിൻ. ഇന്നിന്ന പ്രകാരം അഹീഥോഫൽ നിങ്ങൾക്ക് വിരോധമായി ആലോചന പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ ദാവീദും കൂടെയുള്ള ജനമെല്ലാം എഴുന്നേറ്റ് യോർദാൻ കടന്നു. നേരം വെളുക്കുമ്പോഴേക്ക് യോർദാൻ കടക്കാതെ ഒരുവൻ പോലും ശേഷിച്ചില്ല. എന്നാൽ അഹീഥോഫൽ തന്റെ ആലോചന ഫലിച്ചില്ല എന്ന് കണ്ടപ്പോൾ കഴുതപ്പുറത്ത് കോപ്പിട്ട് കയറി തന്റെ വീട്ടിലേക്ക് ചെന്നു. വീട്ടുകാര്യം ക്രമപ്പെടുത്തിയ ശേഷം കെട്ടിത്തൂങ്ങി മരിച്ചു. അവന്റെ അപ്പന്റെ കല്ലറയിൽ അവനെ അടക്കം ചെയ്തു. പിന്നെ ദാവീദ് മഹനയീമിലെത്തി. അബ്ശാലോമും കൂടെയുള്ള ഇസ്രായേൽ ജനമെല്ലാം യോർദാൻ കടന്നു. അബ്ശാലോം യോവാബിന് പകരം അമാസയെ സേനാധിപനാക്കി. അമാസയോ നാഹാസിന്റെ മകളും യോവാബിന്റെ അമ്മ സെരൂയയുടെ സഹോദരിയുമായ അബീഗലിന്റെ അടുക്കൽ ഇത്ര എന്നു പേരുള്ള ഒരു ഇസ്രായേലിൻ ചെന്നിട്ട് ഉണ്ടായ മകൻ. ഇസ്രായേലും അബ്ശാലോമും ഗിലെയാദ് ദേശത്ത് പാളയമിറങ്ങി. ദാവീദ് മഹനയീമിലെത്തിയപ്പോൾ അമ്മോന്യരുടെ റബ്ബയിൽ നിന്ന് നഹാസിന്റെ മകൻ ശോബി, ലോദെബാരിൽ നിന്ന് അമ്മിയേലിന്റെ മകൻ മാഖീർ, രോഗലീമിൽ നിന്ന് ഗിലെയാദ്യൻ ബർസില്ലായി എന്നിവർ കിടക്കകളും പാത്രങ്ങളും ദാവീദിനും കൂടെയുള്ള ജനത്തിനും ഭക്ഷിക്കുവാൻ കോതമ്പ്, യവം, മാവ്, മലർ, അമരക്ക, പയർ, പരിപ്പ്, തേൻ, വെണ്ണ, ആട്, പാൽക്കട്ട എന്നിവയും കൊണ്ടുവന്നു. ജനം മരുഭൂമിയിൽ വിശന്നും ദാഹിച്ചും ഇരിക്കുമല്ലോ എന്നവർ പറഞ്ഞു. ദൈവമേ, മഹാസമുദ്രത്തിൽ ഒരു തുള്ളി ചെളി പോലെയല്ലാതെ നിന്റെ മഹാകരുണയുടെ മുമ്പിൽ ഞങ്ങളുടെ പാപങ്ങൾ എന്തുള്ളൂ. ഞങ്ങൾ നിന്റെ കരുണയെ കൈക്കൊണ്ട് പാപമോചനം നേടുമാറാകണമേ. ആമേൻ.